ഒരു പ്രഭാതം. മഞ്ഞു മൂടിയ പർവ്വതത്തിനരികിൽ ഒരു ചെറിയ പക്ഷിയിരിക്കുന്നു. പക്ഷി ആകാശത്ത് ഒരു ദിവ്യരൂപം കാണുന്നു. മേഘങ്ങൾക്ക് മുകളിൽ സ്വർണ്ണപ്രഭ വിതറി യമദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷി ഭയന്നുപോയി. പേടിച്ചു വിറച്ച കുഞ്ഞു പക്ഷി ഒരു വലിയ പരുന്തിൻ്റെ അടുത്തെത്തി. പക്ഷിയുടെ ഭയം കണ്ട പരുന്ത് സമാധാനിപ്പിച്ചു. ആ ചെറിയ പക്ഷിയെയും കൊണ്ട് പരുന്ത് 7 കടലുകൾ കടന്ന് ദൂരെയുള്ള ഒരു ഗുഹയിൽ കൊണ്ടുപോയി. ഇവിടെ നീ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞ് പരുന്ത് തിരികെ മടങ്ങി. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ആ ഗുഹയിൽ ഒരു പൂച്ചയുണ്ട് എന്ന കാര്യം. പരുന്ത് വീണ്ടും യമദേവൻ്റെ അടുത്തെത്തി. അവൻ യമദേവനോട് ചോദിച്ചു, ദൈവമേ, നിങ്ങൾ എന്തിനാണ് ആ ചെറിയ പക്ഷിയെ നോക്കി ചിരിച്ചത്? പാവം പേടിച്ചു പോയി. യമദേവൻ ശാന്തനായി പറഞ്ഞു, ആ പക്ഷിയുടെ മരണം ഒരു പൂച്ചയുടെ കൈകൊണ്ടാണ് എന്ന് മുൻകൂട്ടി എഴുതപ്പെട്ടിരുന്നു. പക്ഷേ ആ പൂച്ച 7 കടലുകൾക്കപ്പുറമുള്ള ഒരു ഗുഹയിലാണ് ഉണ്ടായിരുന്നത്. ഇത്ര ചെറിയ പക്ഷി എങ്ങനെ 7 കടലുകൾ കടന്ന് ആ ഗുഹയിലെത്തും? അല്ലെങ്കിൽ ആ പൂച്ച എങ്ങനെ 7 കടലുകൾ കടന്ന് ഇവിടെ എത്തും? അതോർത്താണ് ഞാൻ പക്ഷിയെ നോക്കി ചിരിച്ചത്. യമദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ നീ തന്നെയാണല്ലോ ആ പക്ഷിയെ 7 കടലും കടന്ന് ആ ഗുഹയിൽ എത്തിച്ചത്. ഇത് കേട്ട പരുന്ത് സ്തബ്ധനായി മിണ്ടാതെ നിന്നു. ഇതേ സമയത്ത് ആ ഗുഹയിൽ പൂച്ച പക്ഷിയെ പിടിച്ച് തിന്നുകയായിരുന്നു. പൂച്ചയിൽ നിന്നും രക്ഷ നേടുവാൻ പക്ഷി ഒരുപാട് ശ്രമിച്ചു. ഗുഹയിലെ ഇരുട്ടും പരിചയമില്ലാത്ത അവസ്ഥയും പലപ്പോഴും ദിശയറിയാതെ പക്ഷി ഗുഹയുടെ ഭിത്തിയിൽ ചെന്നിടിച്ചു. അനന്തമായ ആകാശപ്പരപ്പിൽ വളരെയധികം സന്തോഷത്തോടുകൂടി ചിറകടിച്ച് പറന്ന പക്ഷി. പെട്ടെന്ന് മനസ്സിൽ തോന്നിയ പേടി കൊണ്ടാണ് ഒരു പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് പക്ഷി എത്തപ്പെട്ടത്. അവസാന നിമിഷം വരെ ജീവനു വേണ്ടി പോരാടിയെങ്കിലും പക്ഷിക്ക് തൻ്റെ ജീവൻ പൂച്ചയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പൂച്ച പക്ഷിയെ പിടിക്കുക തന്നെ ചെയ്തു. അല്പസമയത്തിനകം ആ ചെറിയ പക്ഷിയുടെ ആത്മാവ് മേഘങ്ങൾക്ക് മുകളിലേക്ക് പറന്ന് യമധർമ്മദേവൻ്റെ അടുത്തെത്തി. അപ്പോൾ യമദേവൻ വളരെ ശാന്തനായി പറഞ്ഞു, ആർക്കും വിധിയെ ഒഴിവാക്കാൻ കഴിയില്ല. ഓടിയാലും ഒളിച്ചാലും വിധി നമ്മെ തേടിയെത്തും. ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല. അതാണ് വിധി. ഈ കഥയിൽ 2 ചോദ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ദയവായി നിങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തണേ. വിധിയെ നമുക്ക് മാറ്റാൻ കഴിയുമോ? പക്ഷി ഗുഹയിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നോ? ഉത്തരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. കഥ ഇഷ്ടമായാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.